ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് കേവ് അതാണ് ഐസ് റീസൺവെൽഡ് ഐസ് കേവ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ചെറിയ കുട്ടികൾക്കും ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ട്രക്ക് വളരെ പാടായിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്ന കുത്തനെയുള്ള ഈ മല ട്രക്ക് ചെയ്ത് കയറാൻ പോവാണ്. ആദ്യത്തെ 20 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ നമ്മൾ കേബിൾ കാർ കിട്ടുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കേബിൾ കാർ യാത്രയാണ്, അതും ഈ കുത്തനെയുള്ള മലയിലൂടെ. ഈ കേബിൾ കാർ കുലുങ്ങുന്നുണ്ട്, ഇങ്ങനെ ആടണ കുത്തനെയാണ്. തീർന്നിട്ടില്ല, ഇനി ഒരു 20 മിനിറ്റ് നടന്നാലാണ് നമുക്ക് ഐസ് കേവിന്റെ എൻട്രൻസിൽ എത്താൻ പറ്റുന്നത്. കിതപ്പ് മാറാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ചുറ്റും കാണുന്ന കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി മറക്കരുത്. കാരണം ഇത് കാണുമ്പോഴാണ് നമുക്ക് ഈ മല കയറാനുള്ള എനർജി കൂടി വരുന്നത്. എവറസ്റ്റ് കൊടുമുടി കൈയടക്കിയ സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലാമ്പ് കൈ തന്ന് ഒരു സന്തോഷ വാർത്ത അവർ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു 40 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നടക്കാനുണ്ടെന്ന്. അതായത് വെറും 700 സ്റ്റെപ്പുകൾ മാത്രം. 42 കിലോമീറ്റർ ആണ് ഈ ഗുഹയുടെ ആകെ നീളം. പക്ഷെ നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് വെറും 1 കിലോമീറ്റർ മാത്രമാണ്. ഈ ഒരു ഐസ് കേവ് കണ്ടുപിടിച്ചത് സാൽസ്ബർഗിലെ തന്നെ നാച്ചുറൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആന്റോൺ വോൺ പൊസൽറ്റ് ഷോറിച്ച് എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് അലക്സാണ്ടർ വോൺ മാർക്കിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഐസ് രൂപങ്ങളാണ്. മനുഷ്യനുണ്ടാക്കിയൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ട ഐസ് ശില്പങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ആനേനെ പോലെ തോന്നിക്കും, കൂണുകളെ പോലെ തോന്നിക്കും, വെള്ളച്ചാട്ടത്തെ പോലെ തോന്നിക്കും, പല പല രൂപങ്ങൾ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് നിശ്ചലമായിട്ടുള്ള ഒരു വാട്ടർഫോൾ, അതായത് ഒരു വാട്ടർഫോൾ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കാഴ്ച. അതിന്റെ ഭംഗി, അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്നുള്ളത്. പക്ഷെ നേരിട്ട് കാണുന്നത് വളരെ മെസ്മറൈസിംഗ് ആയിരുന്നു. മസ്റ്റ് വിസിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ വീഡിയോയിലും ഫോട്ടോയിലും കാണുന്നതിനേക്കാൾ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം, ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ചുറ്റും ഐസ്, നിശബ്ദത, തണുത്ത കാറ്റ്, പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ യൂറോപ്യൻ യാത്രയിൽ ഈ ഒരു സ്ഥലം മസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഞങ്ങൾ ചെയ്തിട്ടുള്ള യൂറോപ്യൻ ട്രിപ്പിന്റെ ഐറ്റിനറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ യൂറോപ്പ് എന്ന് ജസ്റ്റ് കമന്റ് അടിക്കുക, ഫോളോ ചെയ്യുക. ഞങ്ങളുടെ യാത്രയുടെ PDF ഫയൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ DM വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ ബൈ.